ചെയ്ത് തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രചാരണത്തിലും പ്രവർത്തനത്തിൽ തന്നെ പാളിച്ച വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് അന്നേ മുരളീധരൻ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ തോൽവിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ അനുനയ നീക്കം KPCC നടത്തുന്നത്. ആ അനുനയ നീക്കത്തിന് സമ്മതിക്കുമോ, അതിന് വഴങ്ങുമോ മുരളീധരൻ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ വലിയ തോൽവി, അതിൽ KPCC നേതൃത്വത്തിനെതിരെ പോലും കെ മുരളീധരന് വലിയ പ്രതിഷേധവും രോഷവും ഉണ്ട്. അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തോൽവിക്ക് പിന്നാലെ മാധ്യമങ്ങളെ തൃശ്ശൂരിൽ കണ്ട ശേഷം കോഴിക്കോട്ട് 2 ദിവസം അദ്ദേഹം കോഴിക്കോട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളോട് പോലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് KPCC പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം 5:30 കോഴിക്കോട് നടക്കാവിലെ കെ മുരളീധരന്റെ വസതിയിലെത്തിയത്. അദ്ദേഹം 1 മണിക്കൂർ നേരം ഏറെക്കുറെ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പുറത്തിറങ്ങി ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. മുരളീധരന് ഒരു പ്രശ്നമുണ്ടായാൽ താൻ ഓടിയെത്തും, വിഷയത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇക്കാര്യം പാർട്ടി തൃശ്ശൂരിലെ കാര്യം പാർട്ടി അന്വേഷിക്കും ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മുരളീധരന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു ഡിമാൻഡ് മുരളീധരൻ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ KPCC പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മുരളീധരന്റെ മനസ്സിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യം ചോദിച്ചപ്പോഴാണ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ KPCC കോൺഗ്രസ് പാർട്ടിക്ക് ചർച്ച നടത്തും. ഇക്കാര്യത്തിൽ അർഹിച്ച ഒരു സ്ഥാനം മുരളീധരനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കെ സുധാകരൻ കെ മുരളീധരന്റെ വീട്ടിലേക്ക് കയറുമ്പോഴും പിന്നീട് ഇറങ്ങി പുറത്തിറങ്ങുമ്പോഴും ഒന്നും കെ മുരളീധരൻ അദ്ദേഹത്തെ സ്വീകരിക്കാനോ യാത്ര അയക്കാനോ വീട്ടിന് വാതിൽ അതിന് പുറത്തേക്ക് വരാൻ പോലും കെ മുരളീധരൻ തയ്യാറായില്ല. ഇത് സൂചിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ മുരളീധരന്റെ KPCC അധ്യക്ഷ പദവിയും മുരളീധരന്റെ നിലവിലത്തെ പിണക്കം, പരിഭവം അത് മാറ്റാൻ മതിയാകുന്നതല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയത്തോളം കെ മുരളീധരന് KPCC പ്രസിഡന്റ് പദവി എങ്കിലും വേണമെന്നൊരു ആവശ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടിക്കോ കെ സുധാകരനോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റതിരിഞ്ഞ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. പാർട്ടി കൂട്ടായ ചർച്ച ഇക്കാര്യത്തിൽ ആവശ്യമാവുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ചില എതിർപ്പുകളൊക്കെ കെ സുധാകരന് ഈ സ്ഥാനം നിലവിൽ KPCC പ്രസിഡന്റായ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പാർട്ടിക്കകത്തൊരു സമവായവും അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ മുരളീധരന് ഇക്കാര്യത്തിലൊരു ഡിമാൻഡ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ ഒരുപക്ഷെ മുരളീധരൻ ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധം ആ തരത്തിൽ അദ്ദേഹം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് രൂപപ്പെട്ടു വരുമോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? ഉൾപാർട്ടി രാഷ്ട്രീയം അത് തന്നെ തരത്തിൽ ആയിരിക്കും മുരളീധരന്റെ ഈ പരിഭവം തീർക്കാൻ KPCCയുടെ കോൺഗ്രസിന്റെ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും സുധാകരൻ വീട്ടിലെത്തിയപ്പോഴും വലിയ രീതിയിൽ പിണക്കം മാറ്റുന്ന രീതിയിൽ അദ്ദേഹം വരുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തെ യാത്ര അയക്കാനോ മുരളീധരൻ കൂട്ടാക്കിയില്ല എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഷെയ്ദ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.